പാലക്കാട് കരടിയോട് ജനവാസ മേഖലയിൽ ഒറ്റയാനെ കണ്ടെത്തി അവശനായ ആനയെ മയക്കുവെടി വെച്ചു. ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ പ്രാഥമിക ചികിത്സ നൽകി കാട്ടിലേക്ക് കയറ്റിവിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, വനംവകുപ്പ് സ്വീകരിക്കുന്ന നടപടികൾ എങ്ങനെ? നിഖിൽ, ശ്രീജിത്ത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. ഈ മേഖലയെ ആകെ ഭീതിയിലാക്കിയ ഒരു ഒറ്റയാനാണ് ഇത്. തിരുവിഴാംകുന്ന് അമ്പലപ്പാറ ഇരട്ടവാരി കരടിയോട് എന്ന പ്രദേശത്താണ് ജനവാസ മേഖലയിൽ വീടിന് മുന്നിൽ ഒറ്റയാൻ നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏറെ നേരമായിട്ടും ഇത് മടങ്ങിപ്പോകാത്തതിനെ തുടർന്ന് പരിഭ്രാന്തരായ നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിച്ചു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തുകയും ഈ ആനയുടെ കാലിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് തൃശ്ശൂരിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർ ഡേവിഡ് സംഭവ സ്ഥലത്തെത്തുകയും ഈ ആനയെ മയക്കുവെടി വെക്കുകയും ചെയ്തു. 3 മയക്കുവെടി വെച്ചിട്ടും ഇതുവരെ ആന മയങ്ങി തുടങ്ങിയിട്ടില്ല, പൂർണ്ണമായ മയക്കത്തിലായിട്ടില്ല. ആനയുടെ ഒരു കാലിന് മുറിവുള്ളതായാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ മുറിവിന്റെ തീവ്രതയും മറ്റും പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വെറ്ററിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. മണ്ണാർക്കാട് DFOയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവ സ്ഥലത്ത് നിരീക്ഷണം തുടരുന്നുണ്ട്. ഈ ആനയുടെ ആരോഗ്യനില തൃപ്തികരമാവുകയാണെങ്കിൽ മാത്രം വനത്തിലേക്ക് കയറ്റിവിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിലേക്ക്, ധോണി അടക്കമുള്ള ഏതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സ നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പോൾ 3 ഡോസ് നൽകിയിട്ടും ആന മയങ്ങുന്നില്ല എന്നുള്ളതാണ്. ജനവാസ മേഖലയിൽ തന്നെ ഇതിങ്ങനെ തുടരുകയാണ്. അതിന് നടക്കുന്നതിന് മറ്റും വലിയ പരിമിതിയുണ്ട്. പ്രത്യേകിച്ച് മയക്കുവെടി കൂടി ഏറ്റതിന് പിന്നാലെ മയങ്ങുന്നതിന് ചില പരിമിതികൾ ഉണ്ടെങ്കിലും ഇതുവരെ പൂർണ്ണമായ മയക്കത്തിലേക്ക് കടന്നിട്ടില്ല ആന. ശരി, ജനവാസ മേഖലയിൽ കണ്ടെത്തിയ ഒറ്റയാനെ മയക്കുവെടി വെച്ചിട്ടുണ്ട്. ആന പൂർണ്ണമായി മയക്കത്തിലേക്ക് എത്തിയിട്ടില്ല. കാട്ടിലേക്ക് കയറ്റിവിടണോ, ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് മാറ്റണോ എന്നുള്ള കാര്യത്തിലൊക്കെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം വനംവകുപ്പ് തീരുമാനമെടുക്കും. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട് നിന്ന്.